അർജുനെ ഡ്രൈവിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്നയാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുനീർ ആണ് നമുക്കൊപ്പം ചേരുന്നത്. മുനീർ നമസ്കാരം. മുനീർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നല്ലേ അർജുൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്? നമസ്കാരം. അല്ലല്ല, ഞാൻ ആദ്യം ഉപയോഗിച്ച നേവി സ്റ്റാറാ. ഓക്കെ, ഈ വാഹനം അത് കഴിഞ്ഞിട്ടാണ് വേറെ വണ്ടിയാണ് ആള് എടുത്തത്. ഇല്ലല്ല, ഈ വാഹനം ഇപ്പോൾ ആള് ഓടിക്കുന്ന വണ്ടി ഞാൻ ഉപയോഗിച്ചല്ല. ഓക്കെ, നേവി സ്റ്റാർ ആയിരുന്നു. ഓക്കെ, അർജുൻ ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം 60-62 മണിക്കൂർ ആകാൻ പോകുന്നു അർജുൻ ഈ മണ്ണിനടിയിൽ പെട്ടിട്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ വാഹനത്തിൽ ഭക്ഷണം ശേഖരിച്ചു വെച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട്, കുടിവെള്ളം ശേഖരിച്ചു വയ്ക്കാനുള്ള ഇടമുണ്ട്, എയർ കണ്ടീഷനുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ വൈകുന്നേരവും ഇന്നലെ 8 മണിയോടുകൂടി വാഹനം റീസ്റ്റാർട്ട് ചെയ്തു എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മുനീർ എന്താണ് കണക്കാക്കുന്നത്? അർജുനിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടാകുമല്ലോ അല്ലേ? ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഇത് വണ്ടി സ്റ്റാർട്ടാണെന്നുള്ള ഉറപ്പില്ല. അത് സ്റ്റാർട്ടാണോ ഇല്ലേ എന്നുള്ള അറിയില്ല. അത് GPS അവിടെ ഇത് 2 റോഡാണിത്. കാരണം വൺ വേ ആണ്. ഈ റോഡിൽ ഒരു വൺ സൈഡ് ആണ് നമ്മളെ അങ്കോല എന്നിട്ട് വരുന്ന റോഡ്, മംഗലാപുരത്തേക്ക് വരുന്ന റോഡിൻ്റെ സൈഡിലാണ് ഇയാൾ വണ്ടി നിർത്തുന്നത്. നമ്മളെ ഗോവക്ക് പോകുന്ന റോഡിൽ അങ്ങോട്ട് പോകുന്ന റോഡിലാണ് ടീ സ്റ്റാളുള്ളത്. ഞാൻ മുനീർ ഒരു നിമിഷം, ഈ ദൃശ്യം കാണുമോ എന്നറിയില്ല. മുനീർ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ദൃശ്യം, മണ്ണിടിയുന്നതിന് മുമ്പുള്ള ദൃശ്യം കൂടി നമ്മളൊന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് എക്സാക്ട് ലൊക്കേഷൻ. ഈ ടവർ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും നമുക്ക് കാണാം. ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കാം അർജുൻ വാഹനം ഒതുക്കിയിട്ടുണ്ടാവുക. മുനീറിന് ആ ദൃശ്യം കാണാൻ കഴിയുമെങ്കിൽ, പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഇതാണ് പനവേൽ കൊച്ചി ഹൈവേയിൽ ഈ ഭാഗത്തു നിന്നാണ്, ബെൽഗാം ഭാഗത്തു നിന്ന് കൊച്ചിയിലേക്കുള്ള ട്രക്കുകൾ വരുന്നത്. ഇതേപോലെ ട്രക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം അർജുൻ തൻ്റെ ബെൻസ് ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ ഹൈവേ കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട്, നേരത്തെ മുനീർ സൂചിപ്പിച്ചതുപോലെ പനവേലിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതായി പ്രേക്ഷകർക്ക് കാണാം. 360യിൽ നമ്മളിതൊന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രേക്ഷകർക്ക് കാണാം, ഇവിടെ പനവേലിലേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട്. ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ കൊച്ചിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ഈ ഭാഗത്താണ് അർജുൻ്റെ വാഹനം നിർത്തിയിട്ടുണ്ടാവുക അല്ലേ മുനീർ? യെസ്, ആ വെള്ളം ചാടുന്നതിൻ്റെ സൈഡിലാണ് വണ്ടി നിർത്താൻ സാധ്യത. മുകളിലും വെള്ളം വരുന്ന ഒരു ചെറിയ അരുവി വരുന്നുണ്ട് മുകളിൽ നിന്ന് താഴേക്ക്. ആ അരുവി വരുന്ന ഭാഗത്താക്കി വാഹനം നിർത്തിയിട്ടുണ്ടാവും അല്ലേ? അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ തട്ടുകടയുണ്ട് ഗംഗാവാലി നദിയോട് ചേർന്ന്. അതെ, ആ തട്ടുകടയിൽ പോയി ചായയും കുടിച്ചതിന് ശേഷം യാത്ര പുറപ്പെടുക എന്നതായിരിക്കാം ഒരുപക്ഷെ അർജുൻ ലക്ഷ്യമിട്ടിരുന്നത് അല്ലേ? അത് തീർച്ചയായിട്ടും. അത് രാവിലെ രാത്രി അവരവിടെ വന്ന് കിടക്കും. എല്ലാ വണ്ടിക്കാരും കിടന്നിട്ട് രാവിലെ എല്ലാ കർമ്മങ്ങളും കഴിച്ചിട്ട് അവിടുന്ന് ഒരു ചായയും കുടിച്ച് അവിടെ ദോശയൊക്കെ ഉണ്ടാവും. ആ ദോശയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് വിടല് ഒരു 8-9 മണിയാകുമ്പോൾ. എല്ലാവരും മലയാളീസിന്റെ എല്ലാ ലോറികളും അവിടെ ഉണ്ടാകലുണ്ട്. ഓക്കെ, അതായത് ഒരു 8 മണിയോടുകൂടി ഉണർന്ന് 8:30-9 മണിയോടുകൂടി ഭക്ഷണവും കഴിച്ച് പുറപ്പെടുകയായിരുന്നു ഒരു രീതി ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും. 8:45 കൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്ന് പറഞ്ഞാൽ ആ സമയം ഒരുപക്ഷെ അർജുൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. അതാണ് കാര്യം. 3 മണിക്ക് വന്ന് കിടന്ന ആളല്ലേ. അതെ. അപ്പം എന്തായാലും ലേശം നേരം കൂടെ കിടക്കാന്നുള്ള രീതിയിൽ അവിടെ കിടന്നിട്ടുണ്ടാവും. Debate with Arun Kumar.